Hi friends, Sony Joseph. എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട് ലൈവ് ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് സെഷനിലേക്ക് സ്വാഗതം. നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് സംബന്ധിച്ചുള്ള സംശയങ്ങൾക്ക് മറുപടി നൽകുക എന്നുള്ളതാണ് ഈ ലൈവ് വെബ്കാസ്റ്റിന്റെ ഉദ്ദേശം. ഇപ്പോഴത്തെ മാറിയ മാർക്കറ്റ് സാഹചര്യത്തിൽ റിസ്കുകൾ മിനിമൈസ് ചെയ്തുകൊണ്ട് റിട്ടേൺ മാക്സിമൈസ് ചെയ്യുവാൻ ഏതൊക്കെ തരത്തിലാണ് നാം മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തേണ്ടത് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സംശയങ്ങൾ, ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ചർച്ച ചെയ്യുന്നതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ആൻസേഴ്സ് ആണ്, അല്ലാതെ ഒരു റെക്കമെൻഡേഷൻസ് ആയിട്ട് അവയൊന്നും എടുക്കാൻ പാടില്ല എന്ന് സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുകയാണ്. ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നന്ദി. സാൻഡെക് സാനു, സുനിൽ എ ബി, വിനു പ്രസാദ്, ജെറിൻ തച്ചിൽ, എല്ലാവർക്കും നന്ദി. ഇന്ന് പ്രത്യേകിച്ച് മ്യൂച്വൽ ഫണ്ട് സെഷനാണ്, അതുകൊണ്ട് മ്യൂച്വൽ ഫണ്ടുമായിട്ട് മാത്രമുള്ള ചോദ്യങ്ങൾ ഇന്ന് നിങ്ങൾ ചോദിക്കുക. കാരണം അതിനുവേണ്ടി എക്സ്ക്ലൂസീവ് സെഷനാണ്. ഇപ്പോഴത്തെ മാർക്കറ്റ് സാഹചര്യം വളരെ ചലഞ്ചിങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം മുമ്പ് ഇല്ലാതിരുന്ന ചില റിസ്കുകൾ ഇപ്പോൾ വളരെ വലിയ രീതിയിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ലൈവ് സെഷനിൽ നമ്മൾ അത് പറഞ്ഞതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, ഇന്ത്യയുടെ സോവറിൻ റേറ്റിംഗ് കുറഞ്ഞിട്ടുണ്ട്. അത് വളരെ വലിയ റിസ്ക് ഉണ്ടാക്കും. മീഡിയം ടൈമിലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനെ പുറകോട്ട് വലിക്കാൻ വരെ ഇടയുള്ള ഒരു കാരണമാണത്. പക്ഷെ മാർക്കറ്റിലെ ഇപ്പോഴത്തെ സെന്റിമെന്റ് ഗ്ലോബൽ മാർക്കറ്റ്സിന്റെ രീതിക്കനുസരിച്ച് പോകുന്നത് കൊണ്ട് വളരെ വലുതായിട്ടൊന്നും അത് സ്വാധീനിച്ചിട്ടില്ല. മറ്റൊന്ന്, 4% എക്സ്പെക്ട് ചെയ്ത ക്വാർട്ടർലി GDP 3.1% മാത്രമേ വന്നിട്ടുള്ളൂ. അടുത്ത GDP റിസൾട്ട് 0% നെഗറ്റീവോ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഓട്ടോ സെയിൽസിൽ വളരെ വലിയ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 70-75% ഇടിവ് ഓട്ടോ സെയിൽസിൽ കഴിഞ്ഞ വർഷത്തെയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ വന്ന മെയ് ഡാറ്റയിൽ വന്നിട്ടുണ്ട്. അത് അലാമിംഗ് ആണ്. കാരണം മാനുഫാക്ചറിങ് സെക്ടറിലുള്ള 40% ബിസിനസ്സുകൾ ഓട്ടോമൊബൈൽ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. ഈ റിസ്കുകളെല്ലാം മനസ്സിൽ ഇരുത്തിക്കൊണ്ട് വേണം നമ്മൾ ഇപ്പോൾ തീരുമാനങ്ങൾ എടുക്കുവാൻ. മിസ്റ്റർ ജെയിൻ ജോർജ് ചോദിച്ചിരിക്കുന്നു, വെദർ SIP having any early exit charges generally. സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്ന് പറയുന്നത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ അടയ്ക്കുന്നതിനുള്ള ഒരു മെത്തേഡ് മാത്രമാണ്. അതായത് പ്രതിമാസം നമുക്ക് അടയ്ക്കാൻ സൗകര്യത്തിന് വേണ്ടിയിട്ട് തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ എന്നുള്ളത്. എല്ലാ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾക്കും പൊതുവെ ഒരു വർഷത്തിന് ഉള്ളിലാണ് എക്സിറ്റ് ചെയ്യുന്നതെങ്കിൽ ഷോർട്ട് ടൈം എക്സിറ്റ് ലോഡ് ഉണ്ട്. അത് 1% ആണ് സാധാരണഗതിക്ക് വരുന്നത് ഇക്വിറ്റി ഫണ്ടുകളിൽ. പ്രധാനമായിട്ടും ഡെറ്റ് സ്കീമുകളിൽ ഏകദേശം 6 മാസം വരെയുള്ള ഡെറ്റ് സ്കീമുകളിൽ ചിലപ്പോൾ ചാർജസ് ഉണ്ടാകണമെന്നില്ല. അതിനുശേഷം ചെറിയ ചാർജസ് ഉണ്ടാകാം. അതാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ പ്രധാനമായിട്ടും വരുന്ന ചാർജുകൾ. ഇപ്പോൾ നമുക്ക് നിക്ഷേപിക്കാൻ പറ്റുമോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. രണ്ട് രീതിയിലാണ് ഇപ്പോൾ നമുക്ക് നിക്ഷേപം നടത്താൻ പറ്റുന്നത്. ഒന്നുകിൽ ലംസം നിക്ഷേപം നടത്താം, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ മുഖാന്തരം നമുക്ക് ഇൻവെസ്റ്റ്മെന്റ് നടത്താം. പക്ഷെ അവരൊക്കെ ഓർക്കേണ്ട ഒരു കാര്യം, മാക്രോ എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് മോശമായതുകൊണ്ട്, അവയിൽ വളരെ ഇടിവുകൾ വരുന്നതുകൊണ്ട്, കോവിഡ് കേസുകളൊക്കെ കൂടുന്നതുകൊണ്ട് താൽക്കാലികമായിട്ടൊരു റിട്ടേൺ എക്സ്പെക്ട് ചെയ്ത് ചെയ്യാതിരിക്കുക. അതുകൊണ്ട് കുറേയധികം പീരീഡ് ഉദ്ദേശിച്ച് ഒരു 4 വർഷം 5 വർഷമൊക്കെ ഉദ്ദേശിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലെങ്കിൽ മാർക്കറ്റിൽ ചിലപ്പോൾ ഒരു കറക്ഷന് സാധ്യതയുണ്ട്. ഇവിടെ നിന്ന് ഏകദേശം 15% അല്ലെങ്കിൽ 20% മാർക്കറ്റ് ഇടിയുകയാണെങ്കിൽ ഒരുപക്ഷെ ലംസം ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനുള്ള ഒരു സാഹചര്യം അന്നേരം നമുക്ക് ഉണ്ടാകാം. ടിക്ടോക്ക് ഫണ്ണി വീഡിയോസ്, തുടക്കക്കാരന് ഏത് ഇൻവെസ്റ്റ്മെന്റ് ആണ് നല്ലത് എന്ന് ചോദിച്ചിരിക്കുന്നത്.
തുടക്കക്കാർക്ക് എല്ലായ്പ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് SIP ആണ്, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ. മന്ത്ലി നമ്മൾ ഒരു എമൗണ്ട് വെച്ച് അടച്ചു പോവുക. എങ്കിൽ പോലും നിങ്ങളുടെ റിസ്ക് നിങ്ങൾ അറിഞ്ഞിരിക്കണം. റിസ്ക് പ്രൊഫൈൽ എന്നാണ് പറയുന്നത്. എത്രമാത്രം വോളറ്റിലിറ്റി കാണാൻ നിങ്ങൾ തയ്യാറാണ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. വലിയ ചാഞ്ചാട്ടം കാണാൻ നിങ്ങൾക്ക് താല്പര്യമില്ല, അത് ബുദ്ധിമുട്ടുണ്ടാക്കുമെങ്കിൽ ഡെറ്റ് ഫണ്ടുകളിൽ നിങ്ങൾക്ക് SIP ചെയ്യാം. അവയിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് അറിയപ്പെടുന്നത് ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ടുകളാണ്. കാരണം ബാങ്കുകളുടെയും പബ്ലിക് സെക്ടർ യൂണിറ്റുകളുടെയും കടപ്പത്രങ്ങളിലാണ് അവ നിക്ഷേപിക്കുന്നത്. മറ്റ് ക്രെഡിറ്റ് റിസ്ക് ഫണ്ടുകളിലോ സാധാരണ കോർപ്പറേറ്റ് ബോണ്ട് ഫണ്ടുകളിലോ ഉള്ള റിസ്ക് അവയിലില്ല. ഏകദേശം ബാങ്കിന്റെ ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ട് ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ടുകൾ പരിഗണിക്കുന്നു. അതുകൊണ്ട് തുടക്കക്കാർക്ക് അത് നല്ലൊരു ഓപ്ഷനാണ് എന്ന് കരുതാം. എന്നാൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാണ്, റിട്ടേൺ ഉദ്ദേശിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ SIP ചെയ്യുന്ന നല്ലതാണ്. ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ അത് ചെയ്തതിന് ശേഷമാണ് ശരിക്കും നമ്മൾ മിഡ് ക്യാപ്പ് ഫണ്ടുകളും അല്ലെങ്കിൽ സ്മോൾ ക്യാപ്പ് ഫണ്ടുകളും ഒക്കെ ആഡ് ചെയ്യേണ്ടത്. ചിലര് ആദ്യമേ സ്മോൾ ക്യാപ്പിലായിരിക്കും SIP സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു നല്ല സ്ട്രാറ്റജി അല്ല. കാരണം ആദ്യം റിസ്ക് കുറഞ്ഞൊരു മെത്തേഡ് വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. മ്യൂച്വൽ ഫണ്ട് ആണോ ഡയറക്റ്റ് ഇക്വിറ്റി ആണോ നല്ലത് എന്ന് വിനു പ്രസാദ് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെ ഒന്നിനെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നമുക്ക് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കില്ല. എൻ്റെ ഒരു അഭിപ്രായം, ഒരു സാധാരണ വ്യക്തിക്ക് ഇത് രണ്ടും ഉണ്ടാകുന്നതാണ് നല്ലത് എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ്, ഒരു റെഡിമെയ്ഡ് പോർട്ട്ഫോളിയോ ആണ്. നമ്മളൊരു റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങുന്നത് പോലെയാണ്. ഡയറക്റ്റ് ഇക്വിറ്റിയിൽ നിങ്ങൾ തന്നെയാണ് ഷർട്ട് തയ്ക്കുന്നത്. ആ ഒരു വ്യത്യാസമുണ്ട്. മറ്റേ നിങ്ങൾ റെഡിമെയ്ഡ് ഷർട്ട് വാങ്ങിക്കുന്നത് പോലെയാണ്. ഡയറക്റ്റ് ഇക്വിറ്റി എന്ന് പറയുന്നത് നമ്മൾ സ്വന്തമായിട്ട് തുന്നി തയ്യാറാക്കുന്ന ഒരു പോർട്ട്ഫോളിയോ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ സ്വന്തമായിട്ട് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിനുള്ള സ്കില്ല് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. സ്റ്റോക്ക് സെലക്ഷൻ നന്നായിട്ട് ചെയ്യാനായിട്ട് അറിയണം. ഏത് സമയത്ത് എൻട്രി നടത്തണം, ഏത് സമയത്ത് എക്സിറ്റ് നടത്തണം, അതൊക്കെ മനസ്സിലാക്കാനും പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യാനുള്ള സ്കില്ല്, നോളജ് ഉണ്ടായിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ, അങ്ങനെ അറിയാവുന്നവർക്ക് ഡയറക്റ്റ് ഇക്വിറ്റി നല്ലതാണ്. അതിൽ അത്ര വശമില്ല, കൺഫ്യൂഷനാണ് എന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ട് റൂട്ട് സ്വീകരിക്കുക. കൂടുതൽ പഠിച്ചതിന് ശേഷം മാത്രം ഷെയർസിൽ ഇടപെടുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വോളറ്റിലിറ്റി എല്ലായ്പ്പോഴും ഷെയർസിൽ കൂടുതലായിരിക്കും. മിസ്റ്റർ ജെറിൻ തച്ചിൽ ചോദിച്ചിരിക്കുന്നു, വിച്ച് ഈസ് ദ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്ന്. അങ്ങനെ ഒരു മറുപടി നമുക്ക് ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, പല കാറ്റഗറി മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. ഇക്വിറ്റി ഫണ്ടുകളുണ്ട്, ഡെറ്റ് ഫണ്ടുകളുണ്ട്, അതേപോലെ ഹൈബ്രിഡ് സ്കീമുകളുണ്ട്. ഹൈബ്രിഡ് സ്കീമുകളിൽ തന്നെ വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഇക്വിറ്റി ഹൈബ്രിഡ് സ്കീമുകളുണ്ട്. കുറച്ച് റിസ്ക് കുറഞ്ഞ ഡെറ്റ് ഹൈബ്രിഡ് സ്കീമുകളുണ്ട്. അതായത് ഡെറ്റ് പോർഷൻ ആയിരിക്കും കൂടുതൽ പ്രാധാന്യം വരുന്നത്, ബോണ്ടുകൾക്കായിരിക്കും അവയിൽ കൂടുതൽ പ്രാധാന്യം വരുന്നത്. എന്നാൽ അതോടൊപ്പം കുറച്ച് ഇക്വിറ്റി പോർഷൻ കാണും. ഇക്വിറ്റി ഹൈബ്രിഡിൽ ഇക്വിറ്റിക്കായിരിക്കും പ്രാധാന്യം വരുന്നത്, എന്നാൽ അതോടൊപ്പം കുറച്ച് ഡെറ്റ് പോർഷനും ബോണ്ടുകളും കാണും. 65% ഇക്വിറ്റി അല്ലെന്നുണ്ടെങ്കിൽ 35% ബോണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഇക്വിറ്റി ഹൈബ്രിഡ് സ്കീമുകൾ വരുന്നത്. അതുകൂടാതെ ആർബിട്രേജ് എന്ന് പറഞ്ഞ വേറൊരു സെഗ്മെന്റ് ഉണ്ട്. അതായത് ഷെയർസും ഫ്യൂച്ചേഴ്സും തമ്മിൽ ഒരു ചെറിയ ഡിഫറൻസ് എല്ലാ മാസവും ഉണ്ടാവും തുടക്കത്തിൽ. അതിൽ നിന്ന് ഗെയിൻ എടുക്കുന്നതാണ് ആർബിട്രേജ്. വളരെ റിസ്ക് കുറഞ്ഞ ആക്ടിവിറ്റിയാണ്, പക്ഷെ ഹ്യൂജ് ഫണ്ട് വേണം. അങ്ങനെയുള്ള ഫണ്ടുകളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള ഫണ്ടുകൾ ഉള്ളതുകൊണ്ട് ബെസ്റ്റ് ഫണ്ട് എന്ന് നമുക്ക് ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റില്ല. നമുക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളതനുസരിച്ചാണ് ബെസ്റ്റ് ഫണ്ട് നിർണ്ണയിക്കപ്പെടുന്നത്. ചിലർക്ക് ഓറഞ്ച് ജ്യൂസ് ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് ആപ്പിൾ ജ്യൂസ് ആയിരിക്കും. അതനുസരിച്ച് വ്യത്യാസപ്പെടും. നിങ്ങളുടെ ടേസ്റ്റിന്, നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലിന്, നിങ്ങളുടെ ഫ്യൂച്ചർ ഗോൾസിന്, ലോങ് ടൈമിൽ പോകാൻ തയ്യാറാണ്, ഇതെല്ലാം കൺസിഡർ ചെയ്താണ് ഏത് വേണം എന്ന് നിങ്ങൾ തീരുമാനം എടുക്കേണ്ടത്. എങ്കിൽ പോലും ലോങ് ടൈമിൽ ഇക്വിറ്റി ഫണ്ടുകൾ നല്ലതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. വെൽത്ത് ക്രിയേഷന് ദീർഘകാലത്തിൽ ഇക്വിറ്റി ഫണ്ടുകൾ നമുക്ക് ഉണ്ടായിരിക്കണം. അവയിൽ വലിയ റിസ്ക് എടുക്കാൻ സാധിക്കാത്തവർ ലാർജ് ക്യാപ്പ് ഫണ്ടുകളിൽ പോവുക. കുറച്ച് കൂടി റിസ്ക് എടുക്കാം എന്നുള്ളവർ മൾട്ടി ക്യാപ്പ് ഫണ്ടുകളിൽ പോകാം. മൾട്ടി ക്യാപ്പ് എന്ന് വെച്ചാൽ ലാർജ് ക്യാപ്പ് ഉണ്ട്, മിഡ് ക്യാപ്പ് ഉണ്ട്, സ്മോൾ ക്യാപ്പ് ഉണ്ട്, 3 സെഗ്മെന്റും ഉണ്ട്. എങ്കിൽ പോലും അവയിലെ ലാർജ് ക്യാപ്പ് പോർഷന് പ്രാധാന്യം കൂടുതലുള്ള മൾട്ടി ക്യാപ്പ് ഫണ്ടുകൾ തിരഞ്ഞെടുക്കുന്നതാണ് ദീർഘകാലത്തിൽ നല്ലത്. വിഷ്ണു MP ചോദിച്ചിരിക്കുന്നു, ലോങ് ടൈം വെച്ച് സിപ്പ് ഇപ്പോൾ തുടങ്ങാൻ നല്ല ടൈം അല്ലേ? മാർക്കറ്റ് ഫാൾ ഉണ്ടായാൽ അത് ബെനിഫിഷ്യൽ ആകുമല്ലോ. SIP നമുക്ക് ഗുണമാണെങ്കിൽ നമ്മൾ ദീർഘകാലത്തിൽ ചെയ്യുമ്പോഴാണ് നമുക്ക് ഗുണമാകുന്നത്. കാരണം പല സൈക്കിൾസ് കടന്നു പോകും എന്നൊരു പ്രയോജനം അതുകൊണ്ടുണ്ട്.
മാർക്കറ്റിൽ ഒത്തിരി സൈക്കിൾസ് ഉണ്ട് എന്ന് നമുക്കറിയാം. അത് സൈക്ലിക്കൽ മൂവ്മെന്റിന്റെ ഒരു സമന്വയമാണ്. ബുൾ റൺ ഉണ്ട്, അതുപോലെ ബിയറിഷ് മാർക്കറ്റ് ഉണ്ട്, സൈഡ് വേസ് മൂവ്മെന്റ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ കാണേണ്ടി വരും. അല്ലാതെ ഞാൻ ബുൾ മാർക്കറ്റിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യൂ, അങ്ങനെ ഒരാൾക്ക് മാർക്കറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കില്ല. മാർക്കറ്റിൽ ലോങ് ടൈമിൽ നിൽക്കാൻ താല്പര്യമുള്ളവർ ഇങ്ങനെയുള്ള എല്ലാ സൈക്കിൾസും കാണാനായിട്ട് തയ്യാറായിരിക്കണം. എന്നാൽ അത് ഉപയോഗിക്കണമെങ്കിൽ SIP ദീർഘകാലത്തിൽ എല്ലാ സൈക്കിൾസിലും ചെയ്തു പോവുകയും ചെയ്യും. അല്ലാതെ നമ്മൾ മാർക്കറ്റ് ഇടിയുമ്പോൾ SIP നിർത്തുക, അതൊന്നും നല്ല സ്ട്രാറ്റജി അല്ല. കാരണം നമുക്ക് കൂടുതൽ യൂണിറ്റ് കിട്ടുന്നത് മാർക്കറ്റ് ഇടിയുന്ന അവസരത്തിലാണ്. ശരിയല്ലേ? മാർക്കറ്റ് വളരെ വലിയ ഇടിവ് നേരിടുമ്പോൾ നിങ്ങളുടെ യൂണിറ്റ് വാല്യൂവിന്റെ കുറവിൽ നിങ്ങൾക്ക് കൂടുതൽ യൂണിറ്റുകൾ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് മാർക്കറ്റ് ഇടിവുകൾ ഒരു അനുഗ്രഹമാണ് ശരിക്കും ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക്. കാരണം അവിടെ നിന്ന് തിരിച്ച് മാർക്കറ്റ് കയറുന്നു, മാർക്കറ്റ് പുതിയ ഹൈ പിന്നീട് ക്രിയേറ്റ് ചെയ്യുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങിയതിന് ശേഷം ക്രിയേറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ബെനിഫിറ്റ് ഉണ്ടാകണമെങ്കിൽ മാർക്കറ്റ് ഇടിവില് SIP കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുക തന്നെ വേണം. അതുകൊണ്ട് സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ ചെയ്യുന്നവരെ സംബന്ധിച്ച് എല്ലാ മാർക്കറ്റ് സൈക്കിളുകളിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ബിനു കൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു, ഹൗ ഓഫൺ വി ഹാവ് ടു ബാലൻസ് അവർ പോർട്ട്ഫോളിയോ എനി പർട്ടിക്കുലർ ടൈം. ഏറ്റവും നമ്മൾ പഠിക്കേണ്ട സ്ട്രാറ്റജിയാണ് പോർട്ട്ഫോളിയോയുടെ റീബാലൻസിങ്. അതായത് സൈക്ലിക്കലായിട്ടുള്ള മൂവ്മെന്റ് മാർക്കറ്റിൽ പലതവണ ഉണ്ടാകാറുണ്ട്. നമ്മൾ ഒരു ഫിക്സഡ് പോർട്ട്ഫോളിയോ ഉപയോഗിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഡൈനാമിക് പോർട്ട്ഫോളിയോ ഉപയോഗിക്കാം. ഞാനൊരു ഡൈനാമിക് പോർട്ട്ഫോളിയോയുടെ വക്താവാണ്. ആ ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. അതായത് മാർക്കറ്റിൽ സൈക്കിൾസ് ഉണ്ട്, ആ സൈക്കിൾസിൽ റെസിസ്റ്റൻസും സപ്പോർട്ടും ഉണ്ട്. പൊതുവെ ചെയ്യുന്നത് റെസിസ്റ്റൻസ് ലെവലുകൾ വരുമ്പോൾ കുറച്ച് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം നമ്മുടെ റിസ്ക് കുറയും. അടുത്ത ഇടിവില് മുഴുവൻ യൂണിറ്റുകളും കൂടി താഴേക്ക് വരുന്നൊരു സ്ഥിതിയില്ല, അല്ലെങ്കിൽ ടോട്ടൽ വാല്യൂറേഷൻ സംഭവിക്കുന്നില്ല. കുറച്ച് എമൗണ്ട് നമ്മൾ ഇക്വിറ്റി ഫണ്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് ലിക്വിഡ് ഫണ്ടിലേക്ക് മാറ്റിയിടുന്നു. അതുകൊണ്ട് നമുക്ക് റിസ്ക് വളരെയധികം കുറയും. അത് നിഫ്റ്റിയുടെ ഹിസ്റ്റോറിക്കൽ ലെവലൊക്കെ നോക്കി നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഉദാഹരണത്തിന് 12,000 ലെവല് കുറേയധികം കാലം ആ ലെവലിൽ ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു 11,500 12,700 ഇടയിൽ ബുക്കിങ്ങിനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ഷോർട്ട് ടൈമിൽ ചിന്തിക്കുകയാണെങ്കിൽ, എല്ലാവർക്കും അല്ല എങ്കിൽ പോലും ഷോർട്ട് ടൈമിൽ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അടുത്തിടയ്ക്ക് 7,600 ലെവലിൽ എൻ്റെ ഒരു ഇൻവെസ്റ്റർ 7,600 അടുപ്പിച്ച് ഈയിടെ മാർക്കറ്റ് കറക്റ്റ് ചെയ്ത സമയത്ത് ചില യൂണിറ്റുകൾ പർച്ചേസ് ചെയ്തിരുന്നു. അതിനുശേഷം അദ്ദേഹം എക്സിറ്റ് ചെയ്യുകയുണ്ടായി. ഇപ്പോൾ അദ്ദേഹം അത് കുറെ യൂണിറ്റുകൾ എക്സിറ്റ് ചെയ്യുകയുണ്ടായി. അതേപോലെയൊക്കെ റീബാലൻസിങ് ചെയ്യുന്നതിലാണ്, മുഴുവൻ എമൗണ്ട് അല്ല, കുറച്ച് എമൗണ്ട് ഒക്കെ റീബാലൻസ് ചെയ്യുന്നതിലാണ്. കാരണം പ്രോഫിറ്റ് വരും. അല്ല, എപ്പോഴും ക്യാഷ് ഫ്ലോ നമ്മുടെ കയ്യിൽ വന്നുകൊണ്ടിരിക്കണം. അവിടെയാണ് സക്സസ് വരുന്നത്. അല്ലാതെ ലോങ് ടൈമിൽ എല്ലാ എമൗണ്ടും കൂടി നമ്മൾ എടുത്തുകൊണ്ട് പമ്പ് ചെയ്യുന്നതിൽ അർത്ഥമില്ല. ഇടയ്ക്ക് നമുക്ക് ഇൻകം കൂടി ജനറേറ്റ് ആവണം. ക്യാൻ യു സജസ്റ്റ് സം ലാർജ് ക്യാപ്പ് ഫണ്ട്സ്? ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എല്ലായ്പ്പോഴും പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫണ്ടുകൾ, അല്ലെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ലാർജ് ക്യാപ്പിലുള്ള ബ്ലൂ ചിപ്സ് തെരഞ്ഞെടുത്ത് നിക്ഷേപിക്കുന്ന ഫണ്ടുകൾ, ഇവയ്ക്കൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടുള്ള ചില ഫണ്ടുകൾ. അത് നിങ്ങൾ സ്റ്റഡി ചെയ്തിട്ട് മാത്രമേ തിരഞ്ഞെടുക്കാവൂ. ഞാനൊരു റഫറൻസ് പോയിന്റ് ആയിട്ട് മാത്രം പറയുകയാണ്. അതിൽ ഒന്ന് മിറെ അസറ്റ് എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട്. അത് കൊറിയൻ ബേസ് ചെയ്തുള്ള കമ്പനിയാണ്. ഇന്ത്യയിൽ അവരുടെ ഡിവിഷൻ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ ഒരു ലാർജ് ക്യാപ്പ് ഫണ്ട് വളരെ വലിയ ട്രാക്ക് റെക്കോർഡ് നിലനിർത്തിയിട്ടുള്ള ഫണ്ടാണ്. ദീർഘകാലമായിട്ട് 1 ദശകമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. സ്ട്രോങ് ട്രാക്ക് റെക്കോർഡ് ഉണ്ട്. മാർക്കറ്റ് ഇടിയുമ്പോൾ അവർക്ക് നഷ്ടം വരാറുണ്ട്, അതെല്ലാ ഫണ്ടുകൾക്കും വരാറുണ്ട്. പക്ഷെ ലോങ് ടൈം ട്രാക്ക് റെക്കോർഡ് വളരെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. ഇടിവുകളിൽ ചെയ്യുന്നവർക്ക് വളരെ മികച്ച റിട്ടേൺ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പോർട്ട്ഫോളിയോ ആണ്. എല്ലായ്പ്പോഴും നമ്മളൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന്റെ പോർട്ട്ഫോളിയോ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. പല ആൾക്കാരും ഏതാണ് ഫണ്ടിന്റെ പേര് മാത്രം നോക്കി നിക്ഷേപിക്കുന്നവരുണ്ട്. അതിനു പകരം അവർ എവിടേക്കാണ് നിക്ഷേപിച്ചിരിക്കുന്നത്, ഏതാണ് അവരുടെ ടോപ്പ് 5 ഹോൾഡിങ്സ് ഏതൊക്കെയാണ്. ചിലയുടെ ടോപ്പ് 5 ഹോൾഡിങ്സിൽ റിലയൻസ് ഉണ്ടാവും, HDFC ബാങ്ക് ഉണ്ടാവും, ICICI ബാങ്ക് ഉണ്ടാവും, ആക്സിസ് ബാങ്ക് ഉണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കമ്പനികൾ ഉണ്ടാവും. മറ്റു ചിലതിൽ അത് വ്യത്യസ്തമായിരിക്കും. ചിലതിൽ SBIക്കൊക്കെ ആയിരിക്കും പ്രാധാന്യം വരുന്നത്. അത് നിങ്ങൾ പരിഗണിക്കുക. അതോടൊപ്പം ഞാൻ ചെയ്യുന്ന മറ്റൊരു രീതി, ആ സ്റ്റോക്കുകളുടെ ഒരു വാല്യൂഷൻ കൂടി നോക്കും. ടോപ്പ് ഹോൾഡിങ്ങിലുള്ള ഒരു 10 കമ്പനി നോക്കിയിട്ട് അവ അത്യാവശ്യം ഫെയർ പ്രൈസിലാണെങ്കിൽ ആ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യും. അങ്ങനെയൊക്കെ ഞാൻ അനലൈസ് ചെയ്യാറുണ്ട്. അത് കൂടുതൽ യൂസ്ഫുൾ ആയിട്ട് തോന്നാറുമുണ്ട്. വിച്ച് ഈസ് ദ ബെസ്റ്റ്
ലിക്വിഡിറ്റി ഫണ്ട്സ്. ലിക്വിഡിറ്റി ഫണ്ട് എന്ന് പറയുന്നത് വളരെ ഷോർട്ട് ടൈമിൽ നമ്മൾ നിക്ഷേപിക്കുന്ന ഫണ്ടുകളാണ്. അതായത് നമ്മൾ ഒരാഴ്ച കാലത്തേക്ക് അല്ലെന്നുണ്ടെങ്കിൽ 2 ആഴ്ച കാലത്തേക്ക് ഒക്കെ നിക്ഷേപിക്കുകയാണ്, 1 മാസ കാലത്തേക്കൊക്കെ നിക്ഷേപിക്കുകയാണെങ്കിൽ വളരെ വോളറ്റിലിറ്റി കുറഞ്ഞ ഫണ്ടുകൾ നമ്മൾ തിരഞ്ഞെടുക്കും. അതിന് ഓവർനൈറ്റ് ഫണ്ടുകളുണ്ട്, അതോടൊപ്പം തന്നെ ലിക്വിഡ് ഫണ്ടുകളുമുണ്ട്. ഇതാണ് ഏറ്റവും റിസ്ക് കുറഞ്ഞത് അല്ലെങ്കിൽ ഷോർട്ട് പീരീഡ് ഡ്യൂറേഷൻ ഉള്ള ഫണ്ടുകൾ എന്ന് അറിയപ്പെടുന്നത്. കാരണം അവയിൽ മെച്യൂരിറ്റി കുറവായിരിക്കും. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയ ട്രഷറി ബില്ലുകൾ, കൊമേഴ്ഷ്യൽ പേപ്പർ ഒക്കെ ആയിരിക്കും. അതിന്റെ മെച്യൂരിറ്റി പീരീഡ് 1 മന്തോ അങ്ങനെയൊക്കെയുള്ള അവയായിരിക്കും. അതുകൊണ്ട് അവയിൽ റിസ്ക് ലെവൽ കുറവായിരിക്കും. ലിക്വിഡ് ഫണ്ടുകളിൽ എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് പോർട്ട്ഫോളിയോ അനുസരിച്ചാണ് ഞാൻ പറയുന്നത്. അല്ലാതെ നിങ്ങളിപ്പോൾ സൈറ്റിൽ നോക്കുമ്പോൾ പല സൈറ്റുകൾ റേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. ആ റേറ്റിങ്ങിനൊന്നും വിശ്വാസ്യത ഇല്ലെന്നുള്ള ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടൺ സംഭവം കണ്ടതോടുകൂടി മനസ്സിലാക്കാണ്. കാരണം ഫ്രാങ്ക്ലിൻ ടെമ്പിൾട്ടന് പല സൈറ്റുകളിലും 5 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ 4 സ്റ്റാർ റേറ്റിംഗ് ഉണ്ടായിരുന്നു. ഈ കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ അവയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പോർട്ട്ഫോളിയോ സ്റ്റഡി ചെയ്ത് മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക എന്നൊരു രീതി സ്വീകരിച്ചു വരുന്നത്. കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം എവിടെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത്, അതിനുശേഷം അവ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യണം. ഉദാഹരണമായിട്ട് ലിക്വിഡ് ഫണ്ടുകൾ ആണെങ്കിൽ പോലും ചിലപ്പോൾ വളരെ റിസ്കി ആയിട്ടുള്ള ഒരു സബ്സിഡിയറി കമ്പനിയിലായിരിക്കും അവരുടെ ഫണ്ട് പോകുന്നത്. റിലയൻസിന് നിരവധി സബ്സിഡിയറി കമ്പനികളുണ്ട് ഇൻഫ്രാസ്ട്രക്ചറുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്. പേര് കാണുമ്പോൾ റിലയൻസ് ആണെന്ന് നമുക്ക് മനസ്സിലാവില്ല, പക്ഷെ അതിന്റെ പ്രൊമോട്ടർ റിലയൻസ് ആയിരിക്കും. ആ രീതിയിൽ പല കമ്പനികൾക്കും ഉണ്ട്. അവയ്ക്കൊക്കെ ഈ പറഞ്ഞ ഷോർട്ട് ടൈം ഫണ്ടുകളിൽ, അൾട്രാ ഷോർട്ട് ടൈം ഫണ്ടുകളിലൊക്കെ അലോക്കേഷൻ ഉണ്ടാവും. അത് നമ്മൾ മനസ്സിലാക്കണം. അവയുടെ റേറ്റിംഗ്, ക്രെഡിറ്റ് റേറ്റിംഗ് എന്താണ്. അത് കൂടാതെ നമുക്കൊരു ധാരണ വേണം. നമ്മൾ അവയെ പറ്റി കൂടുതൽ പഠിച്ചിട്ട് അവരുടെ റിസ്ക് അറിഞ്ഞിരിക്കണം. അല്ലാതെ വെറുതെ ചെയ്തു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും റിസ്ക് ഉണ്ട്. ഫണ്ട് മാനേജർ ഉള്ളത് കൊണ്ട് മാത്രം അതിൽ റിസ്കില്ല നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ള ചില ഫണ്ടുകൾ ഒരു റെഫറൻസ് ആയിട്ട് പറയാൻ സാധിക്കുന്നത് ആക്സിസ് ലിക്വിഡ് ഫണ്ട്. വളരെ നല്ലൊരു പോർട്ട്ഫോളിയോ ആണ് ആക്സിസ് ലിക്വിഡ് ഫണ്ടിന് ഉള്ളത്. അതേപോലെ തന്നെ IDFCയുടെ ലിക്വിഡ് കാറ്റഗറി ഫണ്ടുകൾ വളരെ ക്വാളിറ്റിയുള്ള ഫണ്ടുകളാണ്, വളരെ നല്ല ഫണ്ടുകളാണ്. ഈ 2 ഫണ്ടുകൾ വളരെ എക്സലന്റ് പെർഫോമൻസ് അല്ലെങ്കിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നിലനിർത്തിയതായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കണ്ടുകൊണ്ടിരിക്കുന്ന സോജൻ ജോസ്, അരുൺ രാജ്, എല്ലാവർക്കും നന്ദി. ജെയിൻ ജോർജ്, വെദർ ലംസ് അമൗണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഓർ SIP മോഡ് ഈസ് ബെറ്റർ. അത് ഓൾറെഡി ആൻസർ ചെയ്തിട്ടുണ്ട്. ലംസ് എമൗണ്ട് ചെയ്യുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിലേക്ക് ഒരുപക്ഷെ വീണ്ടും ഇടിവ് ഉണ്ടാവുകയാണെങ്കിൽ ആ സമയത്ത് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ, സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ ഒക്കെ ചെയ്യുന്നവർക്ക് ലിക്വിഡ് ഫണ്ടിൽ ഇട്ടിട്ട് STP ചെയ്യുകയോ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ട് SIP സ്റ്റാർട്ട് ചെയ്യുകയൊക്കെ ചെയ്യും. How many mutual funds SIP in our portfolio and what type? ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയുടെയും രീതികൾ അനുസരിച്ച് അവയ്ക്ക് വ്യത്യാസം വരും. ഇപ്പോൾ നിങ്ങളുടെ ഗോൾസുമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. നമ്മൾ ഏത് പ്രോഡക്റ്റ് എടുത്താലും പ്രോഡക്റ്റ് സൂട്ടബിലിറ്റി എന്ന് പറഞ്ഞൊരു കാരണമുണ്ട്. നമുക്ക് ആ പ്രോഡക്റ്റ് സൂട്ടബിൾ ആണോ, നമുക്ക് ഒരു 2 വർഷം കഴിഞ്ഞിട്ട് ആവശ്യമുള്ള ഫണ്ടാണ്. ചിലർ അങ്ങനെയുള്ള ഫണ്ടുകൾ SIP ഇട്ടിട്ട് പെട്ടെന്ന് ഒരു 2 വർഷം കഴിഞ്ഞു അവർ അത് റെഡീം ചെയ്യുന്നത് കാണാറുണ്ട്. ആ സമയത്ത് ചിലപ്പോൾ മാർക്കറ്റ് ക്രാഷ്ഡ് ആയിരിക്കും, നഷ്ടം വരികയും ചെയ്യും. അത് നമ്മൾ പ്ലാൻ ചെയ്യുക. എല്ലായ്പ്പോഴും ഒരു 5 വർഷത്തിന് മുകളിലുള്ള പ്ലാനിങ്ങിന് വേണ്ടി മാത്രം SIP ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ സജഷൻ. നിങ്ങൾ ലോങ് ടൈമിൽ ചെയ്യുക, 10 കൊല്ലം 15 കൊല്ലമൊക്കെ SIP ചെയ്ത് നോക്കുക, 20 കൊല്ലമൊക്കെ ചെയ്യുക. ഞാൻ നേരത്തെ മുതൽ തന്നെ ആൾക്കാരോട് പറയുന്നത് അതാണ്, ദീർഘകാലത്തിൽ കുറച്ച് SIP കൊണ്ടുപോകുക. നമ്മൾ ഷെയർസിൽ ഹ്രസ്വകാലത്തിൽ ചെയ്യാറുണ്ട്, പക്ഷെ നമുക്ക് ലോങ് ടൈമിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടേ. അതിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മെത്തഡാണ് SIP എന്ന് പറയുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ചെടുക്കാതെ അവിടെ നമ്മൾ കീപ്പ് ചെയ്യുകയാണെങ്കിലുള്ള ഗുണം. ഹിസ്റ്റോറിക്കലി പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ഡീക്കേഡ്സ് നോക്കുകയാണെങ്കിൽ 15 കൊല്ലത്തെ SIP ഒക്കെ പലതും 3 മടങ്ങൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് അടച്ച എമൗണ്ട് × 3 ഒക്കെ കൊടുത്ത നിരവധി ഫണ്ടുകളുണ്ട്, ഇക്വിറ്റി ഫണ്ടുകളുണ്ട്. മാർക്കറ്റ് ഇടിഞ്ഞ് നിൽക്കുന്ന സാഹചര്യം നോക്കുമ്പോൾ ഒരുപക്ഷെ റിട്ടേൺ കുറയും. എങ്കിൽ പോലും ഇപ്പൊ നോക്കിയാൽ പോലും അങ്ങനെ കൊടുത്ത ഒട്ടനവധി ഫണ്ടുകളുണ്ട്. അങ്ങനെയുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ ഒന്നിച്ച് ഇട്ട ഒരു എമൗണ്ട് അല്ല ഇത്രയധികം റിട്ടേൺ വന്നിരിക്കുന്നത്. നമ്മൾ ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് തുക വകയിരുത്തി സൃഷ്ടിച്ചു കൊണ്ടുവരുന്നതാണ്. അപ്പോൾ അത് വളരെ വലിയ റിട്ടേൺ ആണ് ദീർഘകാലത്തിൽ. നമുക്കൊരു റിക്കറിംഗ് ഡെപ്പോസിറ്റിന്റെ ഓൾട്ടർനേറ്റീവ് ആണത്. അതുകൊണ്ട് ദീർഘകാലത്തിലുള്ള ഫണ്ടുകൾ SIP ചെയ്യുക.
ലൈഫ് ഗോൾസ് ഉദ്ദേശിച്ച് ചെയ്യുക. റിട്ടയർമെന്റ് പ്ലാനിങ്, ഇപ്പോൾ 40 വയസ്സുള്ള ഒരാൾ 60 വയസ്സിൽ റിട്ടയർ ആകുന്നു, 20 വർഷം SIP ചെയ്യുക. 30 വയസ്സുള്ള ഒരാൾ ജോലിയൊക്കെ കിട്ടി SIP സ്റ്റാർട്ട് ചെയ്തു, അല്ലെങ്കിൽ 25 വയസ്സുള്ള ഒരാൾ 55 വയസ്സ് വരെ 25 വർഷം SIP ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്തു നോക്കുക. അപ്പോഴാണ് ശരിക്കും ഇന്ത്യ ഗ്രോത്ത് എന്ന് പറയുന്ന ലോങ് ടേമിലുള്ള നമ്മുടെ ഈ ഒരു എക്കണോമി വളരെ നല്ല രീതിയിലേക്ക് പോകുമ്പോൾ നമുക്ക് റിട്ടേൺ കൂടുതൽ ലഭിക്കുന്നത്. മുമ്പ് ചെയ്തവർക്കൊക്കെ അങ്ങനെ ലഭിച്ചിട്ടുണ്ട്, ഇനി നമ്മളത് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരു ഉദ്ദേശത്തിൽ നിങ്ങൾ ജീവിത ലക്ഷ്യങ്ങളുമായിട്ട് ചേർത്ത് ചെയ്യുക, അല്ലാതെ 2 വർഷം കൊണ്ട് ഒരു ലാഭം ഉണ്ടാക്കും അങ്ങനെ ചെയ്യാതിരിക്കുക. PM സുഹാസ് ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഈസ് ദ ബെസ്റ്റ് റെഗുലർ ഫണ്ട് ഓർ ഡയറക്റ്റ് ഫണ്ട്? എന്നോട് പല ആളുകളും ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ്, നമ്മൾ എവിടെയാണ് നിക്ഷേപിക്കേണ്ടത്, റെഗുലർ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഡയറക്റ്റ് ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യണോ എന്നുള്ളത്. ഇതിൽ ആളുകളെ കൺഫ്യൂഷൻ ആക്കുന്ന ഒരു കാരണം, റെഗുലർ ഫണ്ടുകളിൽ എക്സ്പെൻസ് റേഷ്യോ കൂടുതലാണ്, ഡയറക്റ്റ് ഫണ്ടുകളിൽ എക്സ്പെൻസ് റേഷ്യോ കുറവാണ്. ഏകദേശം 1% ഡിഫറൻസ് ഒക്കെ ഇത് തമ്മിൽ കാണും. അപ്പോൾ ഞങ്ങൾ റെഗുലർ ഫണ്ടിൽ ചെയ്താൽ നഷ്ടമാകുമോ, ഞങ്ങൾക്ക് ആ പണം നഷ്ടപ്പെടുമോ എന്നൊക്കെ ഉള്ള ആശങ്കകൾ ചില ആൾക്കാർ ചോദിക്കാറുണ്ട്. ഇതിനെ 2 രീതിയിൽ നമുക്ക് സമീപിക്കാം. നമ്മൾ വളരെ കുറഞ്ഞ റേറ്റിൽ ചില കാര്യങ്ങൾ ഉപയോഗിക്കാറുണ്ട്, വളരെ കുറഞ്ഞ റേറ്റിൽ ഡിസ്കൗണ്ടിൽ ഉപയോഗിക്കാറുണ്ട്. ചിലത് നമ്മൾ പ്രീമിയമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതനുസരിച്ചുള്ള ഡിഫറൻസ് കോസ്റ്റിൽ വരും. ഇപ്പൊ നിങ്ങൾ റെഗുലർ പ്ലാൻ എടുക്കുമ്പോൾ ആര് മുഖാന്തരമാണ് എടുത്തത് എന്നുള്ളതാണ് അവിടെ പ്രധാനം. നല്ലൊരു ഫിനാൻഷ്യൽ അഡ്വൈസർ മുഖാന്തരമാണ് എടുത്തതെങ്കിൽ അവിടെ ഒരു എക്സ്പീരിയൻസ് എത്ര വർഷത്തെ ഉണ്ട്, അല്ലെങ്കിൽ അവർക്ക് ഇൻഡസ്ട്രിയിൽ എത്രമാത്രം എക്സ്പീരിയൻസും നോളജും സ്കിൽസും ഉണ്ട്, ആ സേവനം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് വർത്തായിരിക്കും എന്നേ ഞാൻ പറയത്തുള്ളൂ. പക്ഷെ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാളുടെ സേവനം ലഭിക്കുന്നില്ല, നോളജ് കിട്ടുന്നില്ല, സ്കിൽസ് ലഭിക്കുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് അത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് അങ്ങനെ ഒരാളുടെ സപ്പോർട്ട് ആവശ്യമില്ല, തന്നെ ചെയ്യാൻ നിങ്ങൾക്കറിയാം, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് അത് ഫണ്ട് സെലക്ഷൻ അറിയാം, അങ്ങനെ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ചെയ്യാം. ഇനി എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു ശൈലി വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ മുതൽ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും തന്നെ പഠിക്കാനായിട്ടോ അല്ലെങ്കിൽ തന്നെ കാര്യങ്ങൾ ചെയ്യാനായിട്ടോ ഇന്നുവരെ ഞാൻ ശ്രമിച്ചിട്ടില്ല. ഞാൻ ആ ഒരു തുടക്കം മുതൽ തന്നെ ഞാൻ എക്സ്പീരിയൻസ് എടുക്കുന്നതിന് വേണ്ടി തന്നെയാണ്. ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഞാൻ വളരെ ജൂനിയർ ലെവലിൽ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഹഡിൽ പീരീഡ് ആണെന്ന് എനിക്കറിയാം, അന്ന് തന്നെ എനിക്കറിയാം ഇതൊരു ഹഡിൽ പീരീഡ് ആണ്, കുറെ വർഷം ഞാൻ സഫർ ചെയ്യേണ്ടി വരും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ചെയ്തതിന്റെ കാരണം എനിക്ക് എക്സ്പീരിയൻസ് ഏൺ ചെയ്യണം, വളരെ നോളജ് ഉള്ള ആൾക്കാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാം. അതിനുവേണ്ടി എൻ്റെ കുറെ വർഷങ്ങൾ ഞാൻ അവിടെ ഡെഡിക്കേറ്റ് ചെയ്തു. ഞാൻ അവരുടെ കൂടെ നടന്ന് ഞാൻ മാർക്കറ്റ് എന്താണെന്ന് പഠിച്ചു, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്ന് പഠിച്ചു. അതൊക്കെ അങ്ങനെയാണ് പഠിച്ചത്. ഫണ്ട് മാനേജേഴ്സുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചു, അനലിസ്റ്റുകളുമായിട്ട് ഇടപെട്ടു, അവരോട് സംശയങ്ങൾ ചോദിച്ചു. അങ്ങനെയൊക്കെയുള്ള ഒരു അവസരം എനിക്ക് വർക്ക് ചെയ്തത് മുഖാന്തരമായിട്ട് കിട്ടി. അതിനുശേഷം സ്വന്തമായിട്ട് കൺസൾട്ടിങ്ങിൽ വന്നതിന് ശേഷം പോലും നിരവധി സേവനങ്ങൾ ഞാൻ എംപാനൽ ചെയ്തിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മോർണിംഗ് സ്റ്റാർ റിസർച്ച്. മോർണിംഗ് സ്റ്റാർ റിസർച്ചിന് ഒരു വർഷം കൊടുക്കുന്ന ഒരു ഫീസ് എന്ന് പറയുന്നത് തന്നെ വളരെ നല്ലൊരു ഫീസ്. ഒരു പക്ഷെ നമുക്ക് സാധാരണ ഒരു വെബ്സൈറ്റിലുള്ള പ്ലാനുകളിൽ കൊടുക്കുന്ന ഒരു ഫീസ് അല്ല, അവരുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു സേവനത്തിന് നമ്മൾ കൊടുക്കുന്ന ഫീസ് അത് വളരെ വലിയൊരു തുകയാണ്. പക്ഷെ ഞാനത് എടുത്തിട്ടുണ്ട്, കാരണം അവിടെ എനിക്ക് അവിടെയുള്ള അനലിസ്റ്റുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നെറ്റ്വർക്ക് FP എന്ന് പറയുന്ന ഒരു ഫിനാൻഷ്യൽ പ്ലാനിംഗ് ബോഡി ഉണ്ട്, ഓൾ ഇന്ത്യ ലെവലിലുണ്ട്. അവര് നിരവധി റിസോഴ്സുകൾ അയച്ചു തരാറുണ്ട്, സ്ഥിരമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു അവസരമുണ്ട്. അതിന് അവർക്ക് പേയ്മെന്റ് ഉണ്ട്, ആനുവൽ പേയ്മെന്റ് ഉണ്ട്, അത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒത്തിരി ടൂൾസ്, സോഫ്റ്റ്വെയർസ്, ഇവയ്ക്കൊക്കെ ഞാൻ പേയ്മെന്റ് കൊടുക്കാറുണ്ട്. അത് കൂടാതെ നിരവധി കാര്യങ്ങൾ ഞാൻ കൺസൾട്ടിങ് എടുക്കാറുണ്ട്. പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പഠിക്കുന്ന അങ്ങനെയൊക്കെയാണ്, അല്ലാതെ തന്നെയല്ല. അപ്പോൾ ആ കൺസൾട്ടിങ്ങിന് ഇപ്പോൾ വിദേശത്തുള്ള ഒരു കൺസൾട്ടിങ് സേവനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് $100 ആയിരിക്കും ചിലപ്പോൾ നമ്മൾ കൊടുക്കേണ്ടി വരുന്നത്. ചില സേവനങ്ങൾക്ക് $50 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അവരുടെ പ്രൈസിങ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പേയ്മെന്റുകളൊക്കെ ഞാൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് എനിക്കത് ദോഷമായിട്ട് ഇന്നുവരെ തോന്നിയിട്ടില്ല. എനിക്കൊരു കരിയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ
അല്ലെങ്കിൽ ഈ മേഖലയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, ക്ലയൻസിനെ ബിൽഡ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, സർവീസ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ, അതിനൊക്കെ ഞാൻ അവരോടൊക്കെ കടപ്പെട്ടിരിക്കുന്നു. അങ്ങനെ നിരവധി ആളുകളോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അതൊക്കെ പലതും പെയ്ഡ് സർവീസുകൾ തന്നെയാണ്. അങ്ങനെയാണ് നമുക്കതൊക്കെ ലഭിക്കുന്നത്. അല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെ പരിമിതമായ രീതിയിൽ മാത്രമേ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. അങ്ങനെയാണ്. ജിഷ്ണു ടി ഗോപിനാഥ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നു, SBI സ്മോൾ ക്യാപ്പ് ഫണ്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിരിക്കുന്നു. അത് വളരെ കാലമായിട്ടുള്ള ഒരു ഫണ്ടാണ്. നല്ലൊരു സ്മോൾ ക്യാപ്പ് പോർട്ട്ഫോളിയോ ആണ് SBI സ്മോൾ ക്യാപ്പിനുള്ളത്. സ്മോൾ ക്യാപ്പ് ഫണ്ടുകൾ നിരവധി ഉണ്ടെങ്കിൽ പോലും ക്വാളിറ്റി പോർട്ട്ഫോളിയോസ് കുറവാണ്. വളരെ വലിയ യൂണിവേഴ്സ് ആണ് സ്മോൾ ക്യാപ്പുകൾക്ക് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവയിൽ സ്റ്റോക്ക് സെലക്ഷൻ കുറച്ച് പ്രയാസമാണ്. എങ്കിൽ പോലും അത് അത്ര അണ്ടർപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം റിലയൻസ് സ്മോൾ ക്യാപ്പുമായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ അതാണ് കുറച്ചുകൂടെ ഫെയർ വാല്യൂഡ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവരുടെ പോർട്ട്ഫോളിയോ കുറച്ചുകൂടി ഡൈവേഴ്സിഫൈഡ് ആണെന്ന് തോന്നിയിട്ടുണ്ട്. പിന്നു കൃഷ്ണൻ ചോദിച്ചിരിക്കുന്നു, ഇന്ത്യൻ ഇക്വിറ്റി മാർക്കറ്റിന്റെ ഫ്യൂച്ചർ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നു. മീഡിയം ടൈമിൽ സൈഡ് വേസ് ആണെന്നും ലോങ് ടൈമിൽ ബുള്ളിഷ് ആണെന്നുമാണ് ഞാൻ വിചാരിക്കുന്നത്. ലൈജോ ജെപി, അപ്സ്റ്റോക്സ് ആപ്ലിക്കേഷൻ വഴി മ്യൂച്വൽ ഫണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്ത് പ്രയോജനമാണ് കിട്ടുന്നത്? അവർക്ക് ക്ലയൻസിനെ ലഭിക്കുകയാണ്. അവർ ചില സേവനങ്ങളൊക്കെ ഫ്രീ കൊടുക്കുമ്പോൾ അവർക്ക് ക്ലയൻസിനെ ലഭിക്കുകയാണ്. ക്ലയൻസിനെ കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് മറ്റു സേവനങ്ങൾ ചെയ്യാം. മെയിനായിട്ട് ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ് ചെയ്യുന്നത് 20 rupees പെർ ഓർഡർ എന്നുള്ള സർവീസാണ്. നിങ്ങൾ ഡെലിവറി ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വലിയൊരു എമൗണ്ട് ഒന്നും കിട്ടുന്നില്ല. എക്സ്ചേഞ്ചിനുള്ള ഒരു ട്രാൻസാക്ഷൻ ലെവി എടുക്കുന്നുണ്ട്, ഒരുപക്ഷെ അതിലൊരു വീതം അവർക്ക് കിട്ടുന്നുണ്ടാവും. പക്ഷെ അവർക്ക് ക്ലയൻസിനെ കിട്ടുകയാണ്. അവരുടെ സിസ്റ്റത്തിലേക്ക് നിരവധി ക്ലയൻസ് വന്നു. അപ്പോൾ അവരുടെ മറ്റൊരു പ്രോഡക്റ്റ് വരുമ്പോൾ അത് എടുക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതാണ് അപ്സ്റ്റോക്കിന്റെ ഒക്കെ ബിസിനസ് മോഡൽ, അല്ലെങ്കിൽ സെറോദൊക്കെ ചെയ്യുന്നതാണ്. മിസ്റ്റർ ജോസ് പ്രശാന്ത്, MF ബൈ ത്രൂ ബ്രോക്കർ ഓർ ബൈ ത്രൂ ആപ്സ് ലൈക്ക് Paytm, ET Money, വിച്ച് വൺ ഈസ് ബെറ്റർ? ഞാൻ ഓൾറെഡി അത് സംസാരിച്ചു. റെഗുലർ ഡയറക്റ്റ് എന്ന് പറഞ്ഞത് അത് സെയിം ആൻസർ തന്നെയാണ് അതിൽ വരുന്നത്. ഇത് ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. സെബി മാത്യു ഹായ്. അരുൺ രാജ് MM സെയിം ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നു. ഞാനത് ആൻസർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീപ്ലൈ ഇട്ടതിന് ശേഷം മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അത് മനസ്സിലാവും. മാർവൽ മാത്യു, വിച്ച് ഈസ് എ സേഫ് മോഡ് ടുഡേസ് മാർക്കറ്റ്, ലംസം ഓർ സിപ്പ്? അതും ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ SIP, STP ഒക്കെയാണ് നല്ലത്. പക്ഷെ ഇവിടെ നിന്ന് മാർക്കറ്റ് ഒരു നിഫ്റ്റി ഒരു 2000 പോയിന്റ് ഒക്കെ ഇടിയാണെങ്കിൽ വളരെ നല്ലൊരു ലംസം ഇൻവെസ്റ്റ്മെന്റ് ഉള്ള അവസരം ഉണ്ടാകാം. രാജു കൃഷ്ണമൂർത്തി, കാനറ ബാങ്ക് ഷെയർ ഹോൾഡ് ഓർ സെൽ, യുവർ ഒപ്പീനിയൻ പ്ലീസ്? നമ്മൾ ഇന്ന് മ്യൂച്വൽ ഫണ്ട് എക്സ്ക്ലൂസീവ് സെഷൻ ആണ് സാർ, അതുകൊണ്ട് നമ്മൾ അതാണ് ഇന്ന് സംസാരിക്കുന്നത്. ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങുന്നതിന് എന്തെല്ലാം നടപടി ക്രമങ്ങൾ ചെയ്യണം എന്ന് ടിക്ടോക്ക് ഫണ്ണി വീഡിയോസ്. പ്രധാനമായിട്ടും വേണ്ടത് നിങ്ങൾക്കൊരു KYC ഉണ്ടായിരിക്കണം. നോ യുവർ ക്ലയന്റ് എന്ന് പറയും. അതായത് നിങ്ങളുടെ പേര്, നിങ്ങളുടെ ഫോട്ടോ അല്ലെങ്കിൽ അഡ്രസ് പ്രൂഫ് ഒക്കെ കൊടുക്കുമ്പോൾ ഒരു ബ്രോക്കിംഗ് കമ്പനി KYC ചെയ്ത് തരും. KYC ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റും. മ്യൂച്വൽ ഫണ്ട് ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരിക്കണം. NRIs ആണെങ്കിൽ നിങ്ങളുടെ NRI അക്കൗണ്ടിൽ NRI KYC ആയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ അഡ്രസ് പ്രൂഫ് കൊടുക്കേണ്ടി വരും. അല്ലാതെ മറ്റു പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും. വാട്ട് ഈസ് ദ ബെസ്റ്റ് റേഷ്യോ ഓഫ് ലാർജ്, മിഡ് ആൻഡ് സ്മോൾ ക്യാപ്പ് ഫണ്ട്സ് ഫോർ എ ലോങ് ടൈം എന്ന ആദർശ് SV ചോദിച്ചിരിക്കുന്നു. ഒരു സാധാരണ വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറയുന്നത്, നിങ്ങൾ സ്മോൾ ക്യാപ്പ് ഒരു 30% വരുന്ന രീതിയിൽ, ലാർജും മിഡും കൂടി 70% വരുന്ന രീതിയിലുള്ള പോർട്ട്ഫോളിയോ അതായിരിക്കും നല്ലത്. ഒരു 40% ലാർജ് ക്യാപ്പ്, 30% മിഡ് ക്യാപ്പ്, അല്ലെങ്കിൽ 30% സ്മോൾ ക്യാപ്പ്. അത് നല്ലൊരു റേഷ്യോ ആണ്. പക്ഷെ മിഡിലും സ്മോളിലും റിസ്ക് കൂടും. ലാർജ് ക്യാപ്പിൽ ഉള്ളതിനേക്കാൾ റിസ്ക് കൂടുതലായിരിക്കും. കാരണം അത്രയും വലിയ കമ്പനികളല്ല. അത് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങളുടെ റിസ്ക് ലെവൽ അനുസരിച്ച് വേണം അതൊക്കെ തീരുമാനിക്കാൻ. ഒത്തിരി റിസ്ക് എടുക്കാൻ സാധിക്കാത്തവരെ ലാർജ് ക്യാപ്പ് ഫണ്ടുകൾ മാത്രമായിട്ട് തിരഞ്ഞെടുക്കുക. റിയാസ് കാരക്കാടൻ ഹായ്. വാട്ട് ഈസ് യുവർ വ്യൂ ഓൺ ദി US ഇക്വിറ്റി മോട്ടിലാൽ ഓസ്വാൾ നാസ്ഡാക് 100 ഇൻഡെക്സ് ഫണ്ട് ആൻഡ് ICICI ബ്ലൂ ചിപ്പ് ഫണ്ട്, US ബ്ലൂ ചിപ്പ് ഫണ്ട്? ഇത് രണ്ടും വളരെ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഫണ്ടുകളാണ്. പക്ഷെ ഇപ്പോൾ ഇത് രണ്ടും ഓവർ വാല്യൂഡ് ആണ്. കാരണം കോവിഡിനെ തുടർന്ന് വളരെ വലിയ ക്രാഷ് ഉണ്ടായെങ്കിലും അമേരിക്കൻ മാർക്കറ്റ് വളരെ പെട്ടെന്ന് തന്നെ അവിടെ വലിയ സ്റ്റിമുലസ് അനൗൺസ് ചെയ്തതിനെ തുടർന്ന് തിരിച്ചു കയറിയുണ്ടായി. അതുകൊണ്ട് ഇപ്പോൾ ഈ ഫണ്ടുകളൊക്കെ കുറച്ച് ഓവർ വാല്യൂഡ് ആണ്.
പക്ഷെ ഒരു കറക്ഷൻ ഉണ്ടാവുകയാണെങ്കിൽ ഇടിവുകൾക്ക് ശേഷം നമ്മൾ കാത്തിരിക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ഒരു ഫെയർ എൻട്രിക്കുള്ള ചാൻസ് അവയിൽ ഉണ്ടാകാം. ബ്രീജിത്ത് പനോലി സോമൻ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് നിപ്പോൺ ടാക്സ് സേവർ ഫണ്ട്? പഴയ റിലയൻസ് മ്യൂച്വൽ ഫണ്ടാണ് ഇപ്പോൾ നിപ്പോൺ ലൈഫ് എടുത്തിരിക്കുന്നത്. ഒരു ജപ്പാൻ ബേസ് ചെയ്തുള്ള അസറ്റ് മാനേജ്മെന്റ് കമ്പനിയാണ്. അവര് റിലയൻസിനെ ടേക്ക് ഓവർ ചെയ്തു. പണ്ട് മുതലേ തന്നെ നല്ല പെർഫോമൻസ് ഉള്ള ട്രാക്ക് റെക്കോർഡുള്ള ഫണ്ട് ആയിരുന്നു റിലയൻസ് ടാക്സ് സേവർ ഫണ്ട്. പക്ഷെ കുറച്ച് അഗ്രസീവ് ഫണ്ടാണ്. സാധാരണ ടാക്സ് സേവർ ഫണ്ടുകൾ ആക്സസ് ലോങ് ടൈം ഇക്വിറ്റി ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവയൊന്നും ഒത്തിരി അഗ്രസീവായിട്ട് റിസ്ക് എക്സ്പോഷർ ഉള്ള ഫണ്ടുകളല്ല. വളരെ വലിയ കമ്പനികളാണ് അവയിൽ വരുന്നത്. ഹൈ ROE ഉള്ള കമ്പനികളാണ് വരുന്നത്. അതായത് റിട്ടേൺ ഓൺ ഇക്വിറ്റി കൂടുതലായിരിക്കും. കമ്പനികൾ അവയുടെ ടോട്ടൽ ഷെയർ ഹോൾഡർ ഫണ്ട് വെച്ച് നോക്കുമ്പോൾ അവയിൽ എത്ര റിട്ടേൺ ഉണ്ടാക്കുന്നു അതനുസരിച്ചാണ് ROE നിർണ്ണയിക്കുന്നത്. എന്നാൽ അത്രയും ഒരു സ്റ്റെബിലിറ്റി ഈ ഫണ്ടിനില്ല. പക്ഷെ ഹൈ ഗ്രോത്ത് ഫണ്ടാണ്. ലോങ് ടൈമിൽ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ദീർഘകാലത്തിലുള്ള ഫണ്ടാണ്. ലോങ് ടൈം ആസ്പെക്റ്റിൽ മാത്രം അവ നിക്ഷേപിക്കുന്നതായിരിക്കും നല്ലത്. ബോബൻ തോമസ് സാർ യോജിക്കുന്നു, അമേരിക്കൻ ഫെഡറൽ ഡിസിഷൻ ഹൗ ടു എഫക്ട് ടുമോറോ മാർക്കറ്റ്. നമുക്കതൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ശരിക്കും വളരെ എളുപ്പം സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ആക്ഷൻ എങ്ങനെ വരുന്നു എന്നുള്ളത് അനുസരിച്ചായിരിക്കും അവയിൽ മാറ്റങ്ങൾ വരുന്നത്. പക്ഷെ ഇപ്പോഴത്തെ ലെവലിൽ മാർക്കറ്റിൽ ചലഞ്ചസ് ഉണ്ട്, അല്ലെങ്കിൽ കറക്ഷൻ ഒക്കെ സാധ്യതയുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. ജിഹാദം ഹായ്. രാജേഷ് മുരുകേശൻ, കുഡ് യു പ്ലീസ് എക്സ്പ്ലെയിൻ അബൌട്ട് ആർബിട്രേജ് ഫണ്ട്? ആർബിട്രേജ് ഫണ്ട് എന്ന് പറയുന്നത് സ്റ്റോക്കുകളും ഫ്യൂച്ചേഴ്സും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു മന്ത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഫ്യൂച്ചർ പ്രൈസ് കുറച്ച് പ്രീമിയത്തിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതായത് ഷെയറിനേക്കാളും വില കൂടുതൽ അതിന്റെ ഫ്യൂച്ചർ പ്രൈസിന് ഉണ്ടാവും. ഇതിന് കോസ്റ്റ് ഓഫ് ക്യാരി എന്നാ പറയുന്നത്. ഒരു ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ആ ഒരു ഡിഫറൻസ് മന്ത് എൻഡ് ആവുമ്പോൾ ഇല്ലാതാവും. ഇത് രണ്ടും സിമിലർ ആയ ഒരു ലെവലിലേക്ക് വരും. കാരണം ഫ്യൂച്ചർ ഉദ്ദേശിച്ചുള്ള ഒരു കോൺട്രാക്ട് ആണല്ലോ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്. അതുകൊണ്ട് എക്സ്പയർ ചെയ്യുമ്പോൾ, മന്ത് എൻഡിൽ എക്സ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കോസ്റ്റ് ഓഫ് ക്യാരി, ആ ഒരു ഡിഫറൻസ് ഇല്ലാതാവും. ആ ഡിഫറൻസ് തുടക്കത്തിൽ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് സെല്ല് ചെയ്തിട്ട്, അതായത് സ്റ്റോക്ക് കയ്യിൽ കാണും, അതോടൊപ്പം തന്നെ ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട് മന്തിന്റെ തുടക്കത്തിൽ സെല്ല് ചെയ്തിട്ട് മാസാവസാനം വരുമ്പോൾ ആ സെല്ല് ചെയ്തിട്ട് കോൺട്രാക്ട് താഴെ നിന്ന് മേടിക്കും. ആ രീതിയിൽ നമ്മൾ പ്രോഫിറ്റ് എടുക്കുന്ന മെത്തേഡാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് നമ്മളുടെ കൈവശം ക്രെഡിറ്റ് ആവുകയും ചെയ്യും. അതിനാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ജബര ജേക്കബ് ഹായ്. ജാഫർ പൊട്ടച്ചോല ഹായ്. അനൂപ് കുമാർ, ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് സ്കീം ഏതാണ്? ഞാൻ ഓൾറെഡി അതിനെപ്പറ്റി സംസാരിച്ചിട്ടുണ്ട്. സജീവ് റീസർ ഹായ്. Arun MR, I have been investing 100% into equities via SIP from past 3 years. Monthly SIP amount is 55,000 rupees. Is it a good idea to reallocate money into debt or fixed deposit when funds average P is high? അതായത് 3 വർഷമായിട്ട് ഒരാൾ SIP ചെയ്തു വരുന്നു, ഇപ്പോൾ അത് റീഅലോക്കേറ്റ് ചെയ്യണം, അതാണ് ചോദ്യം. ശരിക്കും റീഅലോക്കേറ്റ് ചെയ്യേണ്ട സമയം കുറച്ചുകൂടെ മുമ്പായിരുന്നു. അതായത് 2 മാസം മുമ്പായിരുന്നെങ്കിൽ നല്ല രീതിയിൽ റീഅലോക്കേറ്റ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ശരിക്കും മാർക്കറ്റ് അവിടെ നിന്ന് കുറച്ച് ഇടിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് റീഅലോക്കേറ്റ് ചെയ്യാനുള്ള ഒരു ടൈം ശരിക്കും അവിടെ കഴിഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, താങ്കൾ SIP ആണ് ചെയ്യുന്നത്, ലംസം ഇൻവെസ്റ്റ്മെന്റ് അല്ല. SIP ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് താങ്കൾ വീണ്ടും മന്ത്ലി അടച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടച്ചുകൊണ്ടിരിക്കുമ്പോൾ മുമ്പോട്ട് അടയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. എന്നിട്ട് ദീർഘകാലത്തിൽ ആ ഫണ്ട് കൊണ്ടുപോകുക. അതിനുശേഷം വീണ്ടും ഒരു 12,000 വരുന്ന സമയത്ത്, അല്ലെങ്കിൽ 11,000 മുകളിൽ വരുന്ന സമയത്ത് കുറേയൊക്കെ പോർഷൻ താങ്കൾക്ക് വേണമെങ്കിൽ ഡെറ്റിലേക്കോ ഒക്കെ മാറ്റിയിടാവുന്നതാണ്, പ്രോഫിറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. അത് അങ്ങനെ ചെയ്യുന്നതിൽ തെറ്റില്ല, പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ്. ജബര ജേക്കബ്, ഐ ഹാവ് ഓൾസോ എ സ്മോൾ ക്യാപ്പ് ഫണ്ട്. ദീർഘകാലത്തിലാണ് സ്മോൾ ക്യാപ്പ് ഫണ്ട്, SBIയുടെ ആണ്, നല്ല ഫണ്ടാണ്, ദീർഘകാലത്തിലാണ് നല്ലത്. വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ അബൌട്ട് L&T എമർജിംഗ് ബിസിനസ് ഫണ്ട് എന്ന് അലക്സ് ആന്റണി ചോദിച്ചിട്ടുണ്ട്.
L&D എമർജിംഗ് ബിസിനസ് എന്ന് പറയുന്നത് ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ടാണ്. ചെറിയ കമ്പനികളുടെ ഒരു പോർട്ട്ഫോളിയോ ആണ് അത്. നേരത്തെ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഫണ്ടാണ്. അതായത് 2018 മാർച്ചിന് ശേഷമാണ് സ്മോൾ ക്യാപ്പ് സെഗ്മെന്റിൽ വലിയ കറക്ഷൻ സംഭവിക്കുന്നത്. അതിനുശേഷം 2019 പാർഷ്യലായിട്ടുള്ളൊരു റിക്കവറി മാത്രമേ അവിടെ ഉണ്ടായിട്ടുള്ളൂ. ലാർജ് ക്യാപ്പിൽ സ്ട്രോങ് റിക്കവറി ഉണ്ടായി, പക്ഷെ സ്മോൾ ക്യാപ്പിൽ മാത്രം ഒരു ബിയർ ഫേസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ക്രമേണ അത് മാറി വരും. ഒരുപക്ഷെ ഇപ്പോഴുള്ള സ്ഥിതിഗതികൾ അത് കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഫണ്ടുകൾ ഉണ്ടെങ്കിൽ, നഷ്ടത്തിലാണെങ്കിൽ അത് കൊടുക്കേണ്ടതില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഹോൾഡ് ചെയ്യുക. താഴേക്കൊക്കെ പോയി ബോട്ടം എത്തിയതിനു ശേഷം വീണ്ടും റിക്കവറി കാണുന്ന സമയത്ത് ഒന്ന് ആവറേജിങ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. ജിഹാദ് എം ചോദിച്ചിരിക്കുന്നു, ഗുഡ് ഡെറ്റ് ഫണ്ട്സ് ഫോർ ഇൻവെസ്റ്റ്മെന്റ് 2-3 years. ഡെറ്റ് ഫണ്ടുകളിൽ നിങ്ങൾ 2-3 വർഷത്തേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ട് ആണ് നല്ലതാണ് എൻ്റെ അഭിപ്രായം. കാരണം അവയിലാണ് പൊതുവെ റിസ്ക് കുറവുള്ളത്. ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് കുറവാണ്, ക്രെഡിറ്റ് റിസ്ക് കുറവാണ്, അതായത് ഡീഫോൾട്ട് റിസ്ക് കുറവാണ്. അല്ലെങ്കിൽ ഒരു കമ്പനി അടച്ചു പൂട്ടി കഴിഞ്ഞാൽ ആ ബോണ്ട് തിരിച്ചടയ്ക്കാൻ കഴിയാതെ വരാം. ആ റിസ്കുകളൊക്കെ അവയിൽ കുറവാണ്. ഞാൻ ഓൾറെഡി സജസ്റ്റ് ചെയ്ത പോലെ ആക്സിസ് IDFCയുടെ ബാങ്കിങ് ആൻഡ് PSU ഡെറ്റ് ഫണ്ടുകൾ നല്ല രീതിയിലുള്ള പോർട്ട്ഫോളിയോ ആണ്. ഈ ഒരു സെഷനിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഹാപ്പി ഇൻവെസ്റ്റിംഗ്.